അമേരിക്കൻ ഉപരോധങ്ങളുടെ കടുംപിടുത്തങ്ങൾ ഇറാനെ വലച്ചത് ചെറുതായൊന്നുമല്ല. എന്നാൽ ഇതിലെല്ലാം ഇറാൻ മുട്ടുമടക്കുമെന്ന് കരുതിയവർക്ക് തെറ്റിയെന്ന് പറഞ്ഞാലോ? അതെ, ഉപരോധങ്ങളുടെ ഇരുമ്പ് മുഷ്ടികളൊന്നും ഇറാനെ വലിഞ്ഞു മുറുകിയിട്ടില്ല. അമേരിക്ക വീണ്ടും ഉപരോധങ്ങൾ കർശനമാക്കുന്നതിന് തൊട്ടു മുൻപ്, അതായത് ഹോർമുസിൽ വീണ്ടും അടിയും തിരിച്ചടിയും ആരംഭിക്കുന്നതിന് മുൻപ്, ആ കടലിടുക്കിലൂടെ ഇറാൻ ലോകമറിയാതെ നടത്തിയ അതിസാഹസിക എണ്ണ ഓപ്പറേഷനാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും ഊർജ വിപണിയിലും വലിയ ചർച്ചയായി മാറുന്നത്. ഏകദേശം 70 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ലോക വിപണിയിലെത്തിച്ച് 5 മുതൽ 6 ബില്യൺ ഡോളർ വരെ സമാഹരിച്ചു എന്നാണ് പുറത്തുവരുന്ന അതിശയിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ. തങ്ങളുടെ ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു വമ്പൻ മാസ്റ്റർ പ്ലാനാണ് ഇറാൻ നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകില്ല. എന്തായിരുന്നു ലോകത്തെ ഞെട്ടിച്ച ആ ഓപ്പറേഷൻ? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അമേരിക്കൻ ഉപരോധങ്ങളിൽ വന്ന താൽക്കാലികമായ ഒരു നേരിയ അയവ് മുതലെടുത്ത് ജൂൺ അവസാനത്തോടെ ഇറാനിയൻ എണ്ണ ടാങ്കറുകളുടെ ഒരു വൻ പട തന്നെ മലേഷ്യയുടെ കിഴക്കൻ തീരത്ത് എത്തിയിരുന്നു. യുണൈറ്റഡ് എഗെയിൻസ്റ്റ് ന്യൂക്ലിയർ ഇറാൻ പോലുള്ള നിരീക്ഷണ ഗ്രൂപ്പുകളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് കേവലം ഒറ്റ മാസം കൊണ്ട് ദശലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിലാണ് ഇറാൻ അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഒഴുക്കിയത്. ചൈന എന്ന മഹാവിപണിയെ കൂടി ലക്ഷ്യമാക്കിയായിരുന്നു ഇറാന്റെ ഈ വൻ നീക്കം. ഇത്തരം തന്ത്രങ്ങൾക്കു കൂടി തടയിടാനാണ് അമേരിക്ക ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും കടുത്ത സൈനിക സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് സംശയിച്ചാലും തെറ്റു പറയാൻ സാധിക്കില്ല. വർഷങ്ങളായി തങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ആഗോള വിലക്കുകളെ തടയാൻ ഇറാൻ രൂപപ്പെടുത്തിയ അതീവ രഹസ്യവും അത്യാധുനികവുമായ ഒരു ശൃംഖലയാണ് ഈ ഓപ്പറേഷനായി അവർ പുറത്തെടുത്തത്. ഉപഗ്രഹങ്ങളുടെ കണ്ണുവെട്ടിക്കാൻ മലേഷ്യയുടെ പ്രാദേശിക ജലാതിർത്തിക്ക് പുറത്തുള്ള ഈസ്റ്റേൺ ഔട്ടർപോർട്ട് ലിമിറ്റ്സ് എന്ന വിജനമായ കടൽ മേഖലയാണ് ഇവർ ഇതിനായി ഏറ്റെടുത്തതും. ആഴക്കടലിൽ വെച്ച് ഭീമാകാരനായ ഹോസുകൾ ഉപയോഗിച്ച് ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് നേരിട്ട് എണ്ണ മാറ്റുന്ന രീതിയാണ് ഇറാൻ ഇവിടെ പ്രയോഗിച്ചത്. ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന എണ്ണ സ്വകാര്യ ചൈനീസ് റിഫൈനറികളിലേക്കാണ് ഒടുവിൽ എത്തിച്ചേരുന്നത്. ഈ ചെറിയ റിഫൈനറുകൾ ഉപരോധം വകവയ്ക്കാതെ ഇറാനിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാറുണ്ട്. ഡിയോണ, ഹിറോസെക്കൻ, സോനിയ വൺ, സ്ട്രീം തുടങ്ങിയ കപ്പലുകൾ വഴിയാണ് ഈ എണ്ണ രഹസ്യമായി കൈമാറിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊരു എണ്ണക്കച്ചവടം മാത്രമല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം മാറ്റിവരയ്ക്കാൻ പോകുന്ന ഒരു വൻ രാഷ്ട്രീയ യുദ്ധതന്ത്രമാണ് എന്നാണ് വിദഗ്ധർ വിശകലനം ചെയ്യുന്നത്. അറ്റ്ലാന്റിക് കൗൺസിലിലെ പ്രമുഖ മിഡിൽ ഈസ്റ്റ് വിദഗ്ധൻ ജോനാഥൻ പാനുക്കോഫ് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ തകർച്ചയുടെ അരികിലുള്ള ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ജീവവായുവാണ് ഈ എണ്ണപ്പണമെന്നാണ്. അമേരിക്കയുമായുള്ള സൈനിക സംഘർഷം അതിന്റെ പരകോടിയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വിപണിയിൽ നിന്ന് കൊയ്യുന്ന ഈ കോടികൾ ഇറാൻ ഉപയോഗിക്കുക തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനായിരിക്കുമെന്ന് തന്നെയാണ് നിരീക്ഷണങ്ങൾ പുറത്തുവരുന്നത്. ഇറാനും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക പ്രതിരോധ സഖ്യം മിഡിൽ ഈസ്റ്റിലെയും അന്താരാഷ്ട്ര തലത്തിലെയും ജിയോ പൊളിറ്റിക്സിനെ മാറ്റിമറിക്കുന്ന ഒന്ന് തന്നെയാണ്. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ കണ്ടെത്തിയ ഏറ്റവും വലിയ തണലാണ് ചൈനയുമായുള്ള ഈ കൂട്ടുകെട്ട്. 2021 ഇറാനും ചൈനയും ഒപ്പുവെച്ച 25 വർഷത്തെ സമഗ്ര സഹകരണ കരാറാണ് ഈ സഖ്യത്തിന്റെ ആണിക്കല്ലും. ഈ കരാർ പ്രകാരം ചൈന ഏകദേശം $400 ബില്യൺ ഇറാന്റെ വിവിധ മേഖലകളിൽ നിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന് പകരമായി ഇറാൻ ചൈനയ്ക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ തടസ്സമില്ലാതെ അസംസ്കൃത എണ്ണ നൽകും. അമേരിക്കയുടെ ബാങ്കിംഗ് വിലക്കുകൾ കാരണം ഇറാനുമായി ഡോളറിൽ കച്ചവടം നടത്താൻ അന്താരാഷ്ട്ര തലത്തിൽ ആർക്കും സാധിക്കില്ല. ഇവിടെയാണ് ചൈന ഇറാന്റെ രക്ഷകനാകുന്നതും. ചൈനയിലെ സ്വകാര്യ എണ്ണ ശുദ്ധീകരണശാലകൾ വലിയ തോതിൽ ഇറാന്റെ എണ്ണ വാങ്ങിക്കൂട്ടുന്നു. ഇതിൽ ഡോളറിനെ ഒഴിവാക്കി ചൈനീസ് കറൻസിയായ യുവാനിലാണ് ഇപ്പോൾ ഭൂരിഭാഗം ഇടപാടുകളും നടക്കുന്നത്. അല്ലെങ്കിൽ എണ്ണയ്ക്ക് പകരം ചൈനീസ് നിർമ്മിത ഉൽപ്പന്നങ്ങളും യന്ത്രസാമഗ്രികളും ഇറാനിലേക്ക് നൽകുന്ന ബാർട്ടർ രീതിയും ഇവർ പിന്തുടരുന്നുണ്ട്. ഡോളറിനെ ഒഴിവാക്കുന്നത് അമേരിക്കയുടെ എക്കാലത്തെയും പേടി സ്വപ്നം എന്നതാണ് ഇവിടെ പ്രധാന കാര്യം. മിഡിൽ ഈസ്റ്റിനെയും യൂറോപ്പിനെയും ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇറാനുണ്ട്. ചൈനയ്ക്ക് മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും സുരക്ഷിതമായ ഒരു പാതയൊരുക്കാൻ ഇറാന്റെ സഹായം അത്യാവശ്യവുമാണ്. ഇറാന്റെ ചബഹാർ, ജാക്സ് തുടങ്ങിയ തീരദേശ മേഖലകളിൽ ചൈനീസ് സാന്നിധ്യം ശക്തമാക്കുന്നത് വഴി ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കൻ നാവികസേനയുടെ മേധാവിത്വത്തെ ചെറുക്കാൻ ചൈനയ്ക്ക് സാധിക്കുന്നുണ്ട്. സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കപ്പുറം ഇതൊരു പ്രതിരോധ സഖ്യം കൂടിയാണ് എന്നതാണ് പ്രധാനം. ഒമാൻ ഗൾഫിലും ഇന്ത്യൻ സമുദ്രത്തിലും ചൈന, ഇറാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി നാവിക അഭ്യാസങ്ങൾ നടത്താറുണ്ട്.
അത് തന്നെ ഈ സഖ്യത്തിന്റെ ബലം വിളിച്ചോതുന്നതാണ്. റഷ്യയ്ക്കും ഇറാനും ഉപരോധം കാരണം എണ്ണ വിൽക്കാൻ കഴിയാത്തപ്പോൾ അത് വാങ്ങാൻ ചൈന തയ്യാറാകുന്നു. പകരമായി ചൈനയിൽ നിന്നുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളും യന്ത്രങ്ങളും റഷ്യയിലേക്കും ഇറാനിലേക്കും ഒഴുക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം നാറ്റോയ്ക്കെതിരെയുള്ള ഒരു പുതിയ സൈനിക അച്ചുതണ്ടാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യത്തിന് സമാനമായ ഒരു അനൗദ്യോഗിക സൈനിക കൂട്ടുകെട്ടായി ഇത് മാറിക്കഴിഞ്ഞു എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം സാമ്പത്തികമായി തകരാതെ പിടിച്ചു നിൽക്കാൻ ചൈന എന്ന വൻ ശക്തിയെ ഒരു സാമ്പത്തിക പരിചയമായാണ് ഇറാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ അന്തരീക്ഷം പാടെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ബഹ്റിൻ, കുവൈറ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളെ തകർക്കാൻ ഇറാൻ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ സജ്ജമാക്കുന്നു എന്ന വാർത്തകളും ആഗോള സുരക്ഷയെ തന്നെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഉപരോധങ്ങളുടെ ചങ്ങല പൊട്ടിച്ച് തങ്ങളുടെ കറുത്ത പൊന്നിന്റെ കരുത്തിൽ ലോകശക്തികളെ വെല്ലുവിളിക്കാനുള്ള ഇറാന്റെ ശക്തമായ നീക്കങ്ങൾക്കാണ് ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അത് എങ്ങനെയാണ് പശ്ചിമേഷ്യയെ ബാധിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.